യൂട്യൂബിൽ ഷോർട്സിന് റിലേറ്റഡ് ആയിട്ട് ചില അപ്ഡേറ്റുകളുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ധാരാളം പേര് സംശയങ്ങൾ ചോദിച്ചിരുന്നു. ആ കാര്യങ്ങളെക്കുറിച്ച് പറയാനാണ് ഞാൻ ഇന്ന് വീഡിയോ ഷെയർ ചെയ്യുന്നത്. യൂട്യൂബ് കൊണ്ടുവന്ന മെയിൻ അപ്ഡേറ്റ് ഷോർട്സിനെ കുറിച്ചിട്ട് എന്താണെന്ന് പറഞ്ഞാൽ 3 മിനിറ്റ് വരെയുള്ള വീഡിയോസ്, അതായത് 2 മിനിറ്റും 59 സെക്കൻഡ്സും വരെ ദൈർഘ്യമുള്ള വീഡിയോസ് നമ്മൾക്കിനി തൊട്ട് ഷോർട്സ് ആയിട്ട് അപ്ലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ രീതിയിൽ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയ എന്താണെന്നുള്ളത് പലർക്കും സംശയമുണ്ടായിരുന്നു. സാധാരണ നമ്മൾ ഈ ലോങ് വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും അതിൻ്റെ വാച്ച് അവേഴ്സ് വന്നിട്ട് നമ്മൾ ഈ മോണിറ്റൈസേഷൻ ആകാത്തവരുടെ വാച്ച് അവർ ക്രൈറ്റീരിയയിൽ അപ്ഡേറ്റ് ആകുമായിരുന്നു. അപ്പോൾ പലർക്കും എന്താണ് സംശയം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ ഷോർട്സിൻ്റെ അപ്ലോഡ് ചെയ്യുന്നതിൻ്റെ സമയദൈർഘ്യം 3 മിനിറ്റ് വരെ ആക്കിയത് കൊണ്ട് ആ ഷോർട്സിൽ നിന്ന് കിട്ടുന്ന നമ്മൾക്ക് കിട്ടുമല്ലോ വാച്ച് അവേഴ്സ്. അപ്പോൾ അത് വന്ന് ഈ ടോട്ടൽ വാച്ച് അവേഴ്സിൻ്റെ ക്രൈറ്റീരിയയിൽ ആഡ് ആകുമോ എന്നുള്ള സംശയം പലരും ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതുവരെയും നമ്മൾ 60 സെക്കൻഡ്സ് വരെയുള്ള ഷോർട്സ് അപ്ലോഡ് ചെയ്യുമ്പോഴേക്കും അതിൽ നിന്നുള്ളൊരു വാച്ച് അവർ വന്നിട്ട് ഇത് മെയിൻ വാച്ച് അവറിൽ ആഡ് ചെയ്യാറില്ലായിരുന്നു. അതിൻ്റെ വ്യൂസ്, ഷോർട്സിൻ്റെ വ്യൂസ് അനുസരിച്ചിട്ട് ഈ 1000 വ്യൂസിന് ഇത്ര എമൗണ്ട് എന്ന് പറഞ്ഞൊരു ക്രൈറ്റീരിയ ആയിരുന്നു ഇതുവരെ മോണിറ്റൈസേഷനിൽ യൂട്യൂബ് പറഞ്ഞിരുന്നത്. അപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും എന്താണ് സംശയം എന്ന് പറഞ്ഞാൽ, ഈ 3 മിനിറ്റ് വരെയുള്ള ഷോർട്സിൻ്റെ ആ സമയവും കൂടെ മോണിറ്റൈസേഷന് വേണ്ടിയിട്ടുള്ള വാച്ച് അവർ ക്രൈറ്റീരിയയിൽ ആഡ് ആകുമോ എന്നുള്ളതാണ്. നടക്കില്ല. അതായത് നിങ്ങൾ എത്ര മിനിറ്റ് ദൈർഘ്യമുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്താലും ആ ഷോർട്സിൻ്റെ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിൽ യൂട്യൂബ് യാതൊരു മാറ്റവും വരുത്തിയിട്ടില്ല. അത് മുമ്പത്തെ പോലെ തന്നെയാണ്. അതിൻ്റെ വ്യൂസ് മാത്രമേ അതിൽ നമ്മൾക്ക് ആഡ് ആകുകയുള്ളൂ. വാച്ച് അവേഴ്സ് വന്നിട്ട് ആ പഴയ ഈ പറഞ്ഞതുപോലെ തന്നെ ഷോർട്സിൽ നിന്ന് കിട്ടുന്ന വാച്ച് അവേഴ്സ് നമ്മൾക്ക് മെയിൻ മോണിറ്റൈസേഷൻ ക്രൈറ്റീരിയയിൽ ആഡ് ആകില്ല എന്നാണ് യൂട്യൂബിൻ്റെ പോളിസി. മുമ്പ് നിങ്ങൾ എങ്ങനെ മോണിറ്റൈസേഷൻ ചെയ്തിരുന്നതോ 90 ദിവസങ്ങൾക്കുള്ളിൽ 10 മില്യൺ വ്യൂസ്, ആ ഒരു ക്രൈറ്റീരിയയിൽ മാത്രമേ ഷോർട്സ് വീഡിയോ വെച്ചിട്ട് നമുക്ക് ചാനൽ മോണിറ്റൈസ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. ഈ ക്രൈറ്റീരിയ തന്നെയാണ് ഇപ്പോഴും. നിങ്ങൾ 1 മിനിറ്റ് വീഡിയോ ആകട്ടെ, 2 മിനിറ്റ് വീഡിയോ ആകട്ടെ, ആ ഷോർട്സിൽ എത്ര മിനിറ്റ് വരെയുള്ള വീഡിയോസ് നിങ്ങൾ അപ്ലോഡ് ചെയ്താലും ഈ പോളിസിയിൽ യൂട്യൂബ് ഒരു മാറ്റവും വരുത്തിയിട്ടില്ല. നിങ്ങൾക്ക് ഈ വാച്ച് അവർ വെച്ചിട്ട് മോണിറ്റൈസേഷൻ ചെയ്യണമെന്നുള്ളവർ ഹോറിസോണ്ടൽ ആയിട്ടുള്ള വീഡിയോസ് ഉണ്ടല്ലോ, ലോങ് വീഡിയോസ്, ആ രീതിയിലുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്താൽ മാത്രമേ നമ്മൾക്ക് വാച്ച് അവേഴ്സ് വഴിയുള്ള മോണിറ്റൈസേഷൻ സാധ്യമാകുകയുള്ളൂ. ഷോർട്സ് വെച്ചിട്ട് നമുക്ക് ഈ രീതിയിൽ വീഡിയോസ് മോണിറ്റൈസ് ചെയ്യാനായിട്ട് പറ്റില്ല. അപ്പോൾ ധാരാളം പേര് ഈ സംശയം കമൻസ് വഴി ചോദിച്ചിരുന്നു. അപ്പോൾ യൂട്യൂബ് ഇടയ്ക്കിടെ പുതിയ അപ്ഡേറ്റ്സ് ഇങ്ങനെ കൊണ്ടുവരുമ്പോഴേക്കും പലർക്കും അതിനെക്കുറിച്ചിട്ട് ധാരാളം സംശയങ്ങൾ ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഒരുപാട് പേരിങ്ങനെ സംശയം ചോദിച്ചത് കൊണ്ട് ഈ കാര്യത്തിൻ്റെ ആ ഒരു യൂട്യൂബ് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിന് വേണ്ടിയിട്ട് ഒരു വീഡിയോ ചെയ്തിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. അതുപോലെ പ്രോഡക്ട്സ് ടാഗ് ചെയ്യുന്നതിനെ കുറിച്ചിട്ട് ധാരാളം ആളുകൾ സംശയം ചോദിച്ചിരുന്നു. അപ്പോൾ അതിനെക്കുറിച്ചിട്ട് ഇനി വേറൊരു വീഡിയോയിൽ ഞാൻ എങ്ങനെയാണെന്നുള്ളത് പറഞ്ഞു തരാം. ഈ ടാഗ് ചെയ്യാൻ പറ്റുന്നത് മോണിറ്റൈസ് ആയിട്ടുള്ളവരുടെ ചാനലിൽ മാത്രമേ ഇത് സാധിക്കുകയുള്ളൂ. അപ്പോൾ ധാരാളം പേര് എൻ്റെ ചാനൽ കാണുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അത് വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇനിയും തുടർച്ചയായിട്ട് തന്നെ കൺസിസ്റ്റൻ്റ് ആയിട്ട് തന്നെ വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ഞാൻ ശ്രമിക്കുന്നുണ്ട്. അതിന് കൃത്യമായിട്ടുള്ളൊരു ടൈമില്ല. ഡെയിലി എൻ്റെ വീഡിയോസ് വരും. അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വഴിയോ ഇല്ല ചാനലിൽ വന്നിട്ട് നിങ്ങൾ സെർച്ച് ചെയ്യുക. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് കമൻറ്റ് ബോക്സിൽ പറയുക. ഒന്നെങ്കിൽ ഞാൻ അതിന് വീഡിയോ ചെയ്തിട്ട് അതിനുള്ള റിപ്ലൈ തരാം. അപ്പോൾ നിങ്ങളുടെ ഈ കമൻസ് വഴിയാണ് എനിക്ക് നല്ല മോട്ടിവേഷൻ കിട്ടുന്നത്. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് നിങ്ങളെ നാളെ കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.